ഹായ്, ഐ എം നിതാഷ, യുവർ കോണ്ടന്റ് മാർക്കറ്റിംഗ് ഗൈഡ്. ഇന്ന് നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് നിങ്ങളെ വെബ്സൈറ്റിലോട്ടേക്ക് കൂടുതൽ ട്രാഫിക്കിനെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പറ്റുക ത്രൂ ആ വെരി ഒപ്റ്റിമൈസ്ഡ് ബ്ലോഗ്. നിങ്ങളുടെ SEOനെ ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ ഒരു ബ്ലോഗിനെ എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാന്നുള്ളതാണ് നമ്മളിന്ന് ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ബ്ലോഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പല ആൾക്കാരുടെ മൈൻഡിലും പല രീതിയിലുള്ള ഇമേജുകളാണ് ഉണ്ടാവുക. ലെങ്തി ആയിട്ടുള്ള ബ്ലോഗ്സുകൾ ഉണ്ടാവും, വലിയ ബിഗ് ആയിട്ടുള്ള പാരഗ്രാഫ്സുകൾ ഉണ്ടാവും. എന്നാൽ അങ്ങനെ ഒന്നും ചെയ്യേണ്ട ഒരു റിക്വയർമെൻറ്റും ഇല്ല. കുറച്ച് കീ എലമെൻറ്റ്സുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങളുടെ ബ്ലോഗുകളെ SEO ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് കീവേഡ് റീസേർച്ച് എന്നുള്ളത്. നമുക്കറിയാം ഓരോ ഫീൽഡിലും കീവേഡുകൾ വ്യത്യസ്തമാണ്. എന്താണ് കീവേഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്. ഒരു ഫീൽഡിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്ന വേർഡുകളെയാണ് നമ്മൾ കീവേഡ് എന്ന് പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നോക്കുകയാണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കരിയർ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ്, അങ്ങനെയുള്ള കീവേഡ്സുകളൊക്കെ നമുക്ക് ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടി പറ്റും. ഇങ്ങനെയുള്ള കീവേഡ്സുകളെ ആദ്യം റീസേർച്ച് ചെയ്യുക എന്നുള്ളതാണ് ഏതൊരു ബ്ലോഗ് എഴുതുന്ന ആൾക്കാരുടെയും ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പോയിന്റ്. നിങ്ങൾക്ക് ഒരുപാടധികം കീവേഡ് ടൂൾസുകൾ അവൈലബിൾ ആണ് കീവേഡ് റീസേർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ ഗൂഗിൾ കീവേഡ് പ്ലാനേഴ്സ് അവൈലബിൾ ആണ്, മോസ്റ്റ് കീവേഡ് എക്സ്പ്ലോറർ, ഇങ്ങനെയുള്ള ടൂൾസുകളൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഫീൽഡിൻ്റെ അകത്തുള്ള ബെസ്റ്റ് കീവേഡ് ഏതാണെന്നുള്ളത് ആദ്യം നിങ്ങൾ റീസേർച്ച് ചെയ്ത് വെക്കാം. കീവേഡ്സ് സെറ്റ് ആണെങ്കിൽ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഹെഡിങ് എഴുതലാണ്, അല്ലേ? ഹെഡിങ് എഴുതുന്നതിൻ്റെ തൊട്ട് മുന്നേ ഒരു ചെറിയൊരു പണിയുണ്ട്. ഒന്നുമില്ല, ഒരു ഔട്ട്ലൈൻ പ്രിപ്പയർ ചെയ്യുക. അതായത് നിങ്ങൾ എന്താണോ ബ്ലോഗിൻ്റെ അകത്ത് എഴുതാൻ വേണ്ടി പോകുന്നത് അതിനൊരു ഔട്ട്ലൈൻ, അതായത് നമ്മൾ പറയും ബ്ലൂ പ്രിൻ്റ് എന്നൊക്കെ പറയും. ആ ബ്ലൂ പ്രിൻറ്റിൻ്റെ അകത്ത് നമ്മൾ കൃത്യമായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്യേണ്ട ചില മെയിൻ ഏരിയാസുകളുണ്ട്. അതിലൂടെ ആയിരിക്കണം നമ്മളെ ബ്ലോഗ് മൊത്തം പോകേണ്ടത്. അപ്പം ആദ്യം ഞാൻ പറഞ്ഞത് ആദ്യത്തേത് കീവേഡ് റീസേർച്ച് ചെയ്യുക, രണ്ടാമത്തേത് യു ഹാവ് ടു ഹാവ് എ ഔട്ട്ലൈൻ ഓഫ് യുവർ ബ്ലോഗ്. ഔട്ട്ലൈൻ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ പോകേണ്ടത് ഒരു ഹെഡിങ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഹെഡിങ് ഉണ്ടാക്കുമ്പോൾ പലപ്പോഴും പല ആൾക്കാരുടെ മൈൻഡിൽ ഉണ്ടാകുന്ന ഒരു തോട്ടാണ്, ഹെഡിങ് ആദ്യമാണോ എഴുതേണ്ടത് അല്ലെങ്കിൽ അവസാനമാണോ എഴുതേണ്ടത്? അതായത് ബ്ലോഗ് മൊത്തം എഴുതി കഴിഞ്ഞിട്ട് ഏറ്റവും എൻഡിൽ ഹെഡിങ് എഴുതാൻ വേണ്ടി പറ്റുമോ? ഒരു പ്രൊഫഷണലായിട്ട് എഴുതുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഹെഡിങ് എപ്പോഴും ആദ്യം തന്നെ എഴുതണം. ഇനി ഹെഡിങ് എഴുതുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡിങ്ങിൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ കീവേഡുകൾ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആർട്ടിക്കിൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ റീഡേഴ്സിന് എന്താണോ അതിനകത്ത് നിന്ന് ബെനിഫിറ്റ് കിട്ടുന്നത് അതും നിങ്ങളെ ഹെഡ്ലൈനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. ആൻഡ് ഫൈനലി നിങ്ങളൊരു ഹെഡിങ് എഴുതുമ്പം നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, 60 ക്യാരക്ടേഴ്സിൽ കൂടുതലാവാണ്ടിരിക്കുക. 60 ക്യാരക്ടേഴ്സ്, ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഒരു ലെറ്ററാണ്. ആ ഒരു 60 ക്യാരക്ടറിൽ കൂടുതലുള്ള ഹെഡിങ്സുകൾ എഴുതാതിരിക്കുക. എഴുതുമ്പം നമുക്ക് ഓഡിയൻസിന് റീഡബിലിറ്റി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം നമ്മൾ ഹെഡ്ലൈൻ എഴുതുക എന്നുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഹെഡ്ലൈൻസ് സെറ്റ് ആണെങ്കിൽ പിന്നീട് നമ്മൾ നോക്കേണ്ടത് ആദ്യത്തേതും ഏറ്റവും ക്യാപ്ചറിങ് ആയിട്ടുള്ള നമ്മളെ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫാണ്. പലപ്പോഴും എല്ലാവർക്കും വരുന്നൊരു ഡൗട്ടാണ്, ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് എഴുതുമ്പം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക? ഒരു ക്വസ്റ്റൻ വിട്ട് സ്റ്റാർട്ട് ചെയ്യണോ? അതല്ല വല്ല ഫാക്ച്വൽ ഇൻഫർമേഷൻസും പറയണോ? സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് വായിക്കുന്ന ഒരാൾക്ക് എന്താണ് കിട്ടേണ്ട ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ദിസ് തിങ്. അവരെന്ത് പ്രോബ്ലത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങളെ ബ്ലോഗ് വായിക്കുന്നത് അല്ലെങ്കിൽ എന്ത് സൊല്യൂഷന് വേണ്ടിയിട്ടാണോ നിങ്ങളെ ബ്ലോഗ് വായിക്കുന്നത് അത് വളരെ ബ്രീഫായിട്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൻ്റെ അറ്റ്മോസ്റ്റ് ആയിട്ടുള്ള എയിം. ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫാണ് ഡിസൈഡ് ചെയ്യുന്നത് വെദർ എ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഡിയൻസ് ബാക്കിയുള്ള ബ്ലോഗ് വായിക്കണോ വേണ്ടയോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങൾ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് വായിച്ചിട്ടാണ്. അതുകൊണ്ട് അതെപ്പോഴും ക്യാപ്ചറിങ് ആക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. പിന്നെ നമുക്കറിയാം ഏതൊരു ബ്ലോഗ് പ്രിപ്പയർ ചെയ്യുമ്പോഴും നമ്മൾ നേരത്തെ റീസേർച്ച് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ കീവേഡ്സും, നമ്മൾ റീസേർച്ച് ചെയ്ത് വെച്ചിട്ടുള്ള കീവേഡ്സുകൾ അതിൻ്റെ അകത്ത് വളരെ വൃത്തിക്ക് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യണം. ഒരുപാടധികം കുത്തി നിറച്ച് വെക്കരുത്, ആവശ്യത്തിനനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ കീവേഡ്സുകൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൻ്റെ കേസായിരുന്നു തൊട്ട് മുന്നേ പറഞ്ഞത്. ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ്സ് സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ നോക്കേണ്ടത് ബാക്കിയുള്ള ബോഡി പാരഗ്രാഫ്സ് ആണ്. ഈ ബോഡി പാരഗ്രാഫ്സിൻ്റെ കേസിൽ എല്ലാവർക്കും ഉള്ള ഒരു നോഷനാണ് വലിയ വലിയ ഹ്യൂജ് ആയിട്ടുള്ള സെൻറ്റൻസുകളായിരിക്കണം ഉണ്ടാവേണ്ടത്. ഒരിക്കലുമില്ല. ഞാനിവിടെ ഒരു ബ്ലോഗ് കൊടുത്തിട്ടുണ്ട്, ഈ ബ്ലോഗ് ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. അതിനകത്ത് എങ്ങനെയാണ് സെൻറ്റൻസുകൾ ഫ്രെയിം ചെയ്തിട്ടുള്ളത്? വളരെ കുഞ്ഞു സെൻറ്റൻസുകളാണ്. പാരഗ്രാഫ്സ് ഡിവൈഡ് ചെയ്യുന്ന ഒരു സ്റ്റൈലും നോക്കാം. വളരെ ഫോർമലായിട്ട് പറയാതെ ഇൻഫോർമലായിട്ടാണ് കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഓഡിയൻസിന് കൂടുതലും അത്തരത്തിലുള്ള ബ്ലോഗുകൾ വായിക്കാനാണ് എപ്പോഴും താല്പര്യമുള്ളത്. അപ്പോൾ ബോഡി പാരഗ്രാഫ്സ് ഒക്കെ സെറ്റ് ആയി കഴിഞ്ഞാൽ ഏറ്റവും അവസാനം ലാസ്റ്റ് ആൻഡ് ഫൈനലിൽ നമ്മളെപ്പോഴും കീനായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു സാധനമാണ് നമ്മളെ സമ്മറി എന്ന് പറയുന്നത്. സമ്മറി ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എഴുതിയിട്ടുള്ള ഇത്രയും കണ്ടന്റുകൾ സമ്മറൈസ് ചെയ്തിട്ട് വേണം നമ്മൾ ലാസ്റ്റിലുള്ള പാരഗ്രാഫിൽ കൊടുക്കാൻ. പാരഗ്രാഫ്സ് എൻഡ് ചെയ്യുമ്പം നിർബന്ധമായിട്ടും അതിനകത്ത് കോൾ ടു ആക്ഷൻസുകൾ ആഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. എല്ലാ സമയത്തും കോൾ ടു ആക്ഷൻ എൻഡിൽ തന്നെ കൊടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ചില ആൾക്കാർ കോൾ ടു ആക്ഷൻ തുടക്കത്തിൽ തന്നെ കൊടുക്കുന്നവരുണ്ട്. അക്കോർഡിംഗ് ടു ദ റെലവൻസി ഓഫ് യുവർ ബ്ലോഗ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ കോൾ ടു ആക്ഷനെ വളരെ പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യേണ്ടതാണ്. ഇനി നെക്സ്റ്റ് ടൈം നിങ്ങളൊരു ബ്ലോഗ് എഴുതുമ്പം ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കീ എലമെന്റ്സുകളൊക്കെ ശ്രദ്ധിച്ചിട്ടൊന്ന് ബ്ലോഗ് എഴുതി നോക്കുക. ഒരു ബെറ്റർ റിസൾട്ട്സിന് വേണ്ടിയിട്ട് നിങ്ങൾ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇതുപോലത്തെ വീഡിയോസ് വീണ്ടും കാണാൻ വേണ്ടിയിട്ട് CDAയുടെ പേജ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.